ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ രണ്ട് ധ്രുവം കണക്കെയുള്ള മാനസികാവസ്ഥകൾ ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാണ് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ, അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗം എന്ന് പറയുന്നത്. ഈ ഒരു അസുഖത്തിൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് ഒന്നുകിൽ മാനിയ അല്ലെങ്കിൽ ഉന്മാദ രോഗം എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ, ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ മാറി മാറി കൂടെയായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ എന്താണ് ഈ രണ്ട് പോളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് രണ്ട് ധ്രുവങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് മാനിയ എന്ന് പറയുന്നത് ഉന്മാദ രോഗം. ഈ ഉന്മാദം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഉന്മേഷം കൂടിയ അവസ്ഥ. ഈ ഒരു ഉന്മേഷം കൂടിയ അവസ്ഥയിൽ അയാളുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള ഊർജ്ജസ്വലതയായിരിക്കും. അങ്ങനെ ഒരു ഊർജ്ജസ്വലത ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് ഉറക്കം കുറവായിരിക്കും, എന്നാൽ ഒട്ടും ഉറക്കത്തിൻ്റെ ക്ഷീണവും ഉണ്ടായിരിക്കില്ല. ഉറക്കമില്ലാത്തതിൻ്റെ ക്ഷീണം ഒരിക്കലും അയാളിൽ പ്രകടമായിരിക്കില്ല. ഏത് സമയത്തും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അമിതമായിട്ടുള്ള സംസാരം, അതേപോലെ തന്നെ എല്ലാവരുടെ അടുത്തും ഇടിച്ചു കയറി സംസാരിക്കുക, അമിതമായിട്ടുള്ളൊരു പരിചയം കാണിക്കുക. ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് അമിതമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. എന്നെക്കൊണ്ടെല്ലാം പറ്റും, ഞാൻ ഉഷാറാണ്, എന്നെക്കൊണ്ടെല്ലാം കഴിയും. അത്തരത്തിൽ അയാൾ എന്ത് റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനും അയാൾ തയ്യാറാവുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എന്നെക്കൊണ്ടെല്ലാം പറ്റും, ഞാൻ ഉഷാറാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അയാളായതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ചിരിച്ചുകൊണ്ട് എന്ത് ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷ പ്രകടനം, അമിതമായിട്ട് പൈസ ചിലവാക്കുന്ന സ്വഭാവം, അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യ പ്രകടനം ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും തടസ്സപ്പെടുത്തുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം കൂടും. അവിടെ അയാൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാനും സാധനങ്ങൾ തല്ലി പൊട്ടിക്കാനും ഒക്കെ ഒരു സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ പോള് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ധ്രുവം എന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഭയങ്കരമായിട്ട് വിഷമം കൂടിയ അവസ്ഥ. ഈ ഒരു വിഷമം അയാളുടെ ദൈനംദിന ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കും. ഏത് സമയത്തും ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം, എപ്പോഴും ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുക, എപ്പോഴും ഭയങ്കരമായിട്ട് മൂടിയായിട്ടിരിക്കുക, ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം, തീരെ ഒന്നിനും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ, ഒന്നിലേക്കും അങ്ങോട്ട് ഇറങ്ങി ചെല്ലാത്തൊരവസ്ഥ, ആളുകളോട് ഇടപഴകാനും അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ദൈനംദിന ജീവിത ക്രമങ്ങളിൽ പോലും അയാൾക്കൊരു ഉഷാറില്ലാത്ത അവസ്ഥ, ഭയങ്കരമായിട്ട് ജീവിതത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയൂല, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല, ഇത്തരത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പലപ്പോഴും ഇയാളെ ആത്മഹത്യാ പ്രവണതയിലോട്ട് തള്ളിവിടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നേരത്തെ തന്നെ ശരിയായിട്ടുള്ള മനഃശാസ്ത്ര ചികിത്സയും അല്ലാന്നുണ്ടെങ്കിൽ മരുന്ന് ചികിത്സയും നേടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു